പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ ജീവൻ തരാനും ചൈതന്യം നൽകുവാനും കഴിയുന്നതാണ് ദൈവവചനം. അവിടെ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: ദൈവവചനം ജീവനും ചൈതന്യമുള്ളത്. ജീവനും ചൈതന്യം. ജീവൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾക്ക് എല്ലാവർക്കും ജീവൻ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് ജീവൻ ഉള്ളതുകൊണ്ട്. ഞാൻ പറയുന്നത് മുഴുവൻ നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉള്ളതുകൊണ്ട്. അപ്പം ജീവനുള്ളത് കൊണ്ട് ജീവൻ്റെതായ സൈൻ ജീവനുള്ളത്. ഇനി ജീവൻ്റെതായ ചില പ്രകൃതമൊക്കെ ഉണ്ടല്ലേ. പ്രവർത്തിക്കുക, സംസാരിക്കുക, കേൾക്കുക, നടക്കുക, ചിരിക്കുക, ഇതൊക്കെ എന്താണ് പറയുന്നത്? ഇതൊക്കെ ദിസ് ഓൾ തിങ്സ് ആർ ബിക്കോസ് ഓഫ് ലൈഫ്. ജീവൻ നമ്മുടെ അകത്തുള്ളത് കൊണ്ട് ഇതെല്ലാം സാധ്യമാകും. അപ്പൊ ജീവൻ നമ്മളിൽ ഉള്ളത് കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ജീവൻ ഉള്ളത് കൊണ്ട് നമ്മൾ കാര്യങ്ങളെ ചെയ്യും, നമ്മൾ യാത്ര ചെയ്യും, വാഹനം ഓടിക്കും, ഭക്ഷണം പാചകം ചെയ്യും, ജോലി ചെയ്യും, അല്ലേ? ഇതെല്ലാം ചെയ്യും. പക്ഷെ ചൈതന്യം എന്ന് പറയുന്നത് ദർ ഈസ് സംതിങ് ഡിഫറെന്റ്. അത് ജീവനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല, ജീവൻ അപ്പുറമാണ്. അതായത് നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ചിലർ പറയാറില്ലേ, അങ്ങ് ജീവിച്ചു പോകുന്നു. അത് അവർക്ക് ജീവിതമുണ്ട്, പക്ഷെ ആ ജീവിതം അവർക്ക് ആസ്വദിക്കാൻ കഴിയാത്തവരും അവർ പറയും അങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പൊ അവിടെ ഈ ജീവിച്ചു പോകുന്നു എന്ന് പറയുന്ന ഒരു വാക്ക്, ജീവിച്ചു പോകും. ഇപ്പൊ നമുക്ക് ഇവിടെ വചനത്തിൽ, നമുക്ക് ദൈവവചനത്തിൽ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനത്തിൽ നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൽ നിന്ന് ഞാൻ ആ വാക്യം വായിക്കാം. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിനകത്ത് തുളച്ചു വന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്താനായിട്ട്, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രകൃതം തന്നെ മാറ്റാനായിട്ട് കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഞാൻ ആ വാക്യം വായിക്കാം. എബ്രായ ലേഖനം 4-ാമത്തെയും 12-ാം വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയത്. അപ്പൊ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. അവിടെ എന്തുണ്ട്? ജീവനുണ്ട്, ചൈതന്യമുണ്ട്. അപ്പൊ ഈ ജീവനും ചൈതന്യവും ഉള്ളതായി എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും. എന്നിട്ട് പറയുന്നത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയങ്ങളിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് അവിടെ ജീവനും ചൈതന്യവുമുണ്ട്. അവിടെ ജീവനുണ്ട്, ചൈതന്യമുണ്ട്. അപ്പൊ ഈ ജീവനും ചൈതന്യവും ഉള്ളതായിട്ട് ഇത് പ്രവർത്തിച്ച് നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതായിട്ട് ഈ വചനം ഇടപെടും. അതായത് പ്രിയപ്പെട്ടവർ, ഈ ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വെൻ യു അണ്ടർസ്റ്റാൻഡ് ദി സ്പെഷ്യാലിറ്റി ഓഫ് വേർഡ്, ദൈവവചനത്തിന്റെ സ്പെഷ്യാലിറ്റി, ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയുടെ സ്പെഷ്യാലിറ്റി, ആ സ്പെഷ്യാലിറ്റി നമ്മൾ തിരിച്ചറിയുമ്പോൾ, അതിന്റെ പ്രത്യേകം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ദൈവവചനത്തെ കൂടുതൽ ആഴമായി സ്നേഹിക്കാറുണ്ട്. ഇവിടെ പറയുന്നത്, ഒന്നാമത് ജീവനുണ്ട്, ചൈതന്യമുണ്ട്. നമുക്ക് ജീവൻ തരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടല്ലേ. നമുക്ക് ഭക്ഷണം, മരുന്ന്, ഉറക്കം, വിശ്രമം, അതുപോലെ നമ്മുടെ എക്സസൈസ്, വ്യായാമം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലൈഫിനെ നിലനിർത്താനും ലൈഫിനെ തരാനും കഴിയും. നമുക്ക് അത് പലരുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. അവരുടെ ജീവനുണ്ട്. പക്ഷെ പലരിലും ജീവനുണ്ടെങ്കിലും ചൈതന്യമുള്ളവരുടെ എണ്ണം കുറവാണ്. എന്ന് പറഞ്ഞാൽ ജീവനും ചൈതന്യവും ഉള്ളത് എന്ന് പറയുമ്പോൾ, അതായത് നമുക്കെല്ലാവർക്കും ജീവനുണ്ട്. എന്നാൽ ആ ജീവന്റെ പരിപൂർണത, സന്തോഷം, സ്വസ്ഥത, സമാധാനം, ആരോഗ്യം, ഉയർച്ച, ബലം, ഇതെല്ലാം കൂടെ ചേർത്തിണക്കുന്നതാണ് ചൈതന്യം എന്ന് പറയുന്നത്.
ഇപ്പൊ ജീവനും ചൈതന്യവും. ദൈവവചനത്തിന്റെ പ്രത്യേകത ജീവനുണ്ട്, ചൈതന്യമുണ്ട്. അപ്പൊ പ്രിയപ്പെട്ട ഒരു ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തില് വചനത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവ് ജീവിപ്പിക്കുന്നു. ആത്മാവ് ജീവിപ്പിക്കുന്നു. അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ്. അപ്പൊ അവിടെ വളരെ പ്രാധാന്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയത്തക്കവണ്ണം നമ്മളോട് പറയുന്ന ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട്. അതായത് ഈ വചനം നമുക്ക് ജീവൻ തരും, ചൈതന്യം തരും. അത് നമ്മളെ ജീവിപ്പിക്കുന്നതാണ് വചനം. ജീവനാണ് വചനം. ജീവനാണ് വചനം. അപ്പൊ നമുക്ക് ജീവൻ നൽകാനായിട്ട് ശക്തിയുള്ള വചനം, ജീവൻ നൽകാൻ പ്രാപ്തിയുള്ള വചനം. ആ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് നാം സ്വീകരിക്കുമ്പോൾ, നമ്മുടേതായ വചനത്തെ മാറ്റുമ്പോൾ, എന്റേതെന്ന നിലയിൽ ആ വചനത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് കൊണ്ടുവരുന്ന അസാധാരണമായ ഒരു മാറ്റമുണ്ട്, ചൈതന്യമുള്ള എന്ന് പറഞ്ഞാല്. അതായത് പ്രിയപ്പെട്ടവർ, അത് മനസ്സിലാക്കാനായിട്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്: കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും അറുപ്പാനും മുടിപ്പാനും, എന്നാൽ ഞാനോ അവയ്ക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനും വന്നത്. ജീവൻ ഉണ്ടാകുക എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതിനകത്ത് വലിയൊരു ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ജീവൻ ഉണ്ടാകാനും ചൈതന്യം, ജീവന്റെ സമൃദ്ധി. അപ്പൊ യേശു ഭൂമിയിലേക്ക് വന്നതാണ് ജീവൻ ലഭിക്കാനും ജീവന്റെ സമൃദ്ധി ലഭിക്കാനായിട്ട്. അഥവാ ജീവന്റെ സമൃദ്ധി. നമുക്ക് ഈ ഭൂമിയിൽ ജീവൻ ലഭിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജീവിക്കാനുള്ള ആരോഗ്യം, ജീവിക്കാനുള്ള ബലം, ജീവിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ജീവന്റെ അകത്തുണ്ട്. എന്നാൽ ജീവന്റെ സമൃദ്ധി എന്ന് പറയുമ്പോഴോ ജീവനെ ആസ്വദിക്കാനായിട്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ആ വ്യക്തിക്ക് ജോലിയുണ്ട്. ജോലിയിൽ അസാധാരണമായ സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നതെങ്കിലോ അദ്ദേഹത്തിന് ജോലി ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിൽ എപ്പോഴും വലിയ സമ്മർദ്ദവും വെല്ലുവിളികളുമാണെങ്കിലോ ഒരിക്കലും ആ ബിസിനസ് ഒരു സന്തോഷകരമാകും. ചിലരുടെ ജീവിതത്തിൽ അവർക്ക് കുടുംബജീവിതമുണ്ട്. പക്ഷെ ആ കുടുംബജീവിതത്തിനകത്ത് എപ്പോഴും വഴക്കും ബഹളവും സംശയവും. ഒരിക്കലും ആ കുടുംബജീവിതം ആസ്വാദികരമാവുകയും. ചിലർക്ക് തലമുറകളുണ്ട്. തലമുറകൾ നമുക്കറിയാം, ആ കുഞ്ഞുങ്ങള് മാതാപിതാക്കളെ അനുസരിക്കുന്നു, മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. അപ്പൊ അങ്ങനെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത് നിൽക്കുന്ന നിലയില് മാതാപിതാക്കളെ കാണുമ്പോൾ, മാതാപിതാക്കൾക്ക് മക്കളെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ തണുപ്പാവോ. അതുപോലെ തിരിച്ചും അല്ലെ, മക്കൾക്ക് ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളത്, അവരുടെ ഏത് ചെറുതും വലുതുമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ ചെയ്യുന്ന സമർപ്പണമുള്ള മാതാപിതാക്കളെ കാണാനായിട്ട് കഴിയും. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഒരു മാതാവിനെ, പിതാവിനെ അവരെ കാണുമ്പോൾ അവരെനിക്കൊരു അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അകത്ത് വരുന്ന ഒരു സന്തോഷം. അതായത് പ്രിയപ്പെട്ട, അതായത് പലരുടെ ജീവിതത്തിനകത്ത് ഈ ഒന്നാമത് പറഞ്ഞ കാര്യമുണ്ട്. അതായത് അതിന് പേരിന് കാര്യങ്ങളുണ്ട്, പക്ഷേ അതിന്റെ അനുഭവം ആസ്വദിക്കാൻ കഴിയാത്ത അനേകരെ നമുക്ക് ഇന്ന് ലോകത്ത് കാണാൻ സാധിക്കും. പക്ഷെ ദൈവവചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ജീവൻ തരിക മാത്രമല്ല, ജീവനും ചൈതന്യവും. നമുക്ക് ജീവൻ തരും, അതിനോടൊപ്പം തന്നെ ആ ജീവൻ ആസ്വദിക്കാനായിട്ട്, ജീവനെ നിലനിർത്തുന്ന, ജീവനെ മുന്നോട്ട് പോകുന്ന, ജീവനിൽ ആസ്വദിക്കുന്ന, ജീവനിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ അതിന്റെ മുഴുവൻ ആ ജീവൻ നമുക്കുള്ളത് നിമിത്തം, ആ ജീവൻ നമ്മളിൽ ഉള്ളത് നിമിത്തം നമുക്ക് എന്തെല്ലാം ജീവിതത്തിൽ വാഗ്ദത്തങ്ങളുണ്ട് അത് മുഴുവൻ അനുഭവിച്ച് സന്തോഷകരമായ ഒരു ജീവിതം. യെസ്, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ എന്തുമാകട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ എപ്പോഴാണോ ആമേൻ ഹല്ലേലൂയ ഈ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, ദൈവവചനത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്, അവിടെ ഇത് രണ്ടും നിങ്ങളോട് ചേർന്ന് ചലിക്കാൻ തുടങ്ങും. എന്താണെന്നറിയാമോ? ജീവനും ചൈതന്യവും.
നിങ്ങളുടെ കൂടെ ജീവൻ ഉണ്ടായിരിക്കും. ജീവൻ നിങ്ങളിൽ ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ആ ജീവന്റെ ചൈതന്യം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ടവർ, ഇവിടെ ഹല്ലേലൂയ ദൈവവചനത്തെ, അതുകൊണ്ട് നിങ്ങൾ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങണം. അത് ഇരുവായ്ത്തല മൂർച്ചയുള്ള വാൾ പോലെ, ഇരുവായ്ത്തല മൂർച്ചയുള്ള വാൾ, രണ്ട് വശവും മൂർച്ചയുള്ള വാൾ. അതായത് അത് വളരെ വേഗം ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന വചനം. ഞാൻ അതിനെ എങ്ങനെ പറയാം? അതായത് 38 വർഷം ഒരാൾ കുളക്കരയിൽ കിടക്കുക, സൗഖ്യം ആഗ്രഹിച്ച് കിടക്കുന്ന ആളാണ്. എനിക്ക് എങ്ങനെയാലും സൗഖ്യം വേണം. ഈ സൗഖ്യം ആഗ്രഹിച്ച്, സൗഖ്യം കാംക്ഷിച്ച് കിടക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം കിട്ടുന്നില്ല. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, പലവട്ടം അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ ശ്രമിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും അവിടെ ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തും. അതായത് അവിടെ ആ ബെഥസ്ദ കുളക്കരയിലെ പ്രശ്നം യോഹന്നാന്റെ സുവിശേഷം 5-ാം നമ്മൾ കാണുന്നത്, അവിടെ ദൂതൻ ഇറങ്ങി വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ചാടുന്നത് എത്ര വലിയ രോഗിയാണേലും ഉടൻ തന്നെ സൗഖ്യം. അപ്പൊ ഇത് ഇത്രയും വലിയ ഒരു സൗഖ്യം, ഇത്രയും വലിയൊരു വിടുതൽ, ഇത്രയും വലിയൊരു ദൈവപ്രവൃത്തിയുടെ സാഹചര്യം അവിടെ ഉണ്ട്. പക്ഷേ അവിടെ എന്താ പറയുന്നത്? ആ നിബന്ധനകൾ പാലിക്കണം. ഒന്നാമത്, ദൂതൻ വെള്ളം കലക്കണം. എപ്പോഴേലും ചുമ്മാ ആ വെള്ളത്തിൽ ചാടിയ പോരെ, വെള്ളം കലക്കണം. ഒന്ന്. രണ്ട്, ആദ്യമേ വെള്ളം കലക്കിയാൽ ഉടനെ ആദ്യം ചാടണം. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ സൗഖ്യമില്ല. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ സൗഖ്യം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇദ്ദേഹം 38 വർഷം അദ്ദേഹം വെറുതെ അവിടെ വന്ന് മറ്റുള്ളവരുടെ സൗഖ്യം കാണാൻ വന്നതല്ല, സൗഖ്യം പ്രാപിക്കാനായിട്ട് വന്ന. പക്ഷെ സൗഖ്യമാകുന്നില്ല. പക്ഷെ സൗഖ്യമാകാൻ കഴിയാത്ത അവന്റെ ജീവിതത്തിൽ അവൻ കർത്താവ് അവനോട് ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, എന്റെ അവസ്ഥ ഇതാ, ഞാൻ പലവട്ടം ശ്രമിച്ചു, പക്ഷെ എനിക്ക് മുമ്പ് ആരെങ്കിലും അവിടെ എത്തും. പക്ഷെ എന്നെ ഒന്നാമത് എത്തിക്കാനായിട്ട് ആരോടെങ്കിലും ഒന്ന് സഹായിക്കാൻ ചോദിച്ചാലോ, എന്നെ സഹായിക്കാൻ ആരും. ഉടൻ തന്നെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, കിടക്ക് എടുത്ത് നടക്കണം. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് ഈ വചനത്തിന്റെ ഇരുവായ്ത്തല മൂർച്ചയുള്ള വചനത്തിന്റെ മൂർച്ചയെ നമ്മൾ കാണുന്നത്. അതായത് ക്ഷണത്തിൽ ഉടൻ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സുന്ദരം എന്ന ദേവാലയത്തിന്റെ ഗോപുരവാതുക്കലിരുന്ന 40 വയസ്സ് പ്രായമുള്ള മുടന്തനായ വ്യക്തി, അമ്മയുടെ ജനനം മുതൽ മുടന്തനാണ്. ആ മുടന്തനായ വ്യക്തിയുടെ മുടന്ത് സൗഖ്യമാക്കാനായിട്ട് ആരും ആഗ്രഹിച്ചില്ല. പക്ഷെ പകരമായവർ ചെയ്തൊരു കാര്യമുണ്ട്, ഔദാര്യത്തിൽ ജീവിക്കട്ടെ. അവനവിടെ കൊണ്ടുപോയി എല്ലാ ദിവസവും ഇരുത്താം, അവനെ ചുമന്നുകൊണ്ട് അവിടെ കൊണ്ടിരുത്തും എല്ലാ നാളും, എവറിഡേ. പക്ഷേ പത്രോസും യോഹന്നാനും അതിലെ വന്നപ്പോ പതിവ് പോലെ എല്ലാവരോടും ചോദിക്കാറുണ്ട്, അതുപോലെ ഔദാര്യം ചോദിച്ചത്, എനിക്ക് എന്തെങ്കിലും തരണം. പത്രോസ് ഉടനെ പറഞ്ഞൊരു കാര്യം, ഞങ്ങളിലേക്ക് നോക്കിക്കേ, ഞങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ച്. നീ ഇതുവരെയും നോക്കിക്കൊണ്ടിരുന്നത് എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ കരങ്ങളിലെ പണത്തിൽ. പക്ഷെ ഇപ്പോ ഞങ്ങളിലേക്ക് നോക്കിക്കേ. നീ ബലഹീനനാണ്. യെസ്, നിന്റെ കാലുകൾക്ക് ബലഹീനതയുണ്ട്. പക്ഷേ പത്രോസ് പറയും, എന്നെ ഒന്ന് നോക്കിക്കേ, ഞാൻ ആരാന്നറിയോ? 3 വട്ടം യേശുവിനെ തള്ളി പറഞ്ഞു. ബലഹീനതയുണ്ട് എനിക്ക്. ഞാൻ കർത്താവിന്റെ അടുക്കൽ നിന്ന് വഴക്ക് കേട്ടാണ്, കർത്താവിനെ ശാസിച്ചവന്. ഞാൻ ചില കാര്യത്തിൽ ഐ എം നോട്ട് പെർഫെക്റ്റ്. നീ എന്നെ നോക്ക്. ഞാൻ കർത്താവിനെ ഗതസമന തോട്ടത്തിൽ പിടിക്കാനായിട്ട് വന്നപ്പോ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയാതെ ഞാൻ വാളൂരി ആളെ വെട്ടിയവനാണ്. ഐ എം നോട്ട് പെർഫെക്റ്റ്. യേശു ക്രിസ്തു എന്റെ കാല് കഴുകാൻ വന്നപ്പോഴത്തേനും ഞാൻ തടഞ്ഞവനാ. കർത്താവ് എന്താ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. എനിക്ക് നല്ല ബോധ്യമുള്ളവനായിരുന്നില്ലെന്ന് ഞാൻ അത്രയ്ക്കും ഞാൻ കുറവുകൾ മാത്രം ഉണ്ടായിരുന്നവനാ. എനിക്ക് മറുരൂപമലയില് എന്നെ കൂട്ടിക്കൊണ്ട് കർത്താവ് പോയി.
അവിടെ ചെന്നിരുന്നപ്പോ സാഹചര്യങ്ങളെല്ലാം മനോഹാരിത ആസ്വദിച്ചപ്പോ വലിയ മഹത്വമൊക്കെ ഇറങ്ങുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. എന്താ കർത്താവ് എന്തിനു വന്നു അതൊന്നും അറിയാതെ ഞാൻ കർത്താവിനെ അഡ്വൈസ് ചെയ്യുന്നവനായിട്ട് മാറി. ഞാൻ കൂടാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചാടിക്കറി പറഞ്ഞു. എനിക്ക് പ്രതികരിക്കുന്ന കാര്യത്തിൽ ഞാൻ അല്പം കുഴപ്പക്കാരനാണ്. ഞാൻ ആ കർത്താവിനോട് ചോദിച്ചത്, ഞങ്ങൾ ഇതെല്ലാം വിട്ടേച്ച് നിന്നെ അനുഗമിച്ചല്ലേ, ഞങ്ങൾക്ക് എന്തോ കിട്ടും, വല്ല പ്രയോജനം ഉണ്ടോ? ഇങ്ങനെ ഞങ്ങൾ ഇതെല്ലാം വിട്ടേച്ച് 2 പടകും വീട്ടുകാരും നാട്ടുകാരും എനിക്ക് ഫീൽഡിൽ ഔട്ടാ. ഞാൻ നല്ല മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആളെ ഇപ്പൊ ഞാൻ ജോലിയിൽ ഔട്ടാ. എന്റെ എക്സ്പീരിയൻസ് ഒക്കെ പോയി. 3.5 വർഷമായി. ഇതുകൊണ്ട് ഞങ്ങൾ എടുത്തത് ഡിസിഷൻ തെറ്റാണോ ശരിയാണോ? അപ്പൊ ഈ പത്രോസ് അവിടെ പറയുകയാണ്, ഞങ്ങളെ ഒന്ന് നോക്കിക്കേ, ഞങ്ങളിൽ കുറവുകളേ ഉള്ളൂ ബ്രദറെ. പക്ഷെ ആ പരിമിതികൾ മുഴുവൻ ഉണ്ടായിരുന്ന എന്നെ, ഒരു വിധത്തിലും യോഗ്യതയില്ലാതിരുന്ന എന്നെ, ഒരു വിധത്തിലും മാന്യതയ്ക്ക് വഴിയില്ലാതിരുന്ന എന്നെ, ഇപ്പോൾ ഞാനിപ്പോ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ആത്മനിറവിൽ, നിനക്കറിയാമോ, ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേരെ കർത്താവിലേക്ക് നടത്തി. 3000 പേരെ കർത്താവിലേക്ക് നടത്തി. മുക്കുവനായിരുന്നു ഞാൻ, മീൻ പിടിച്ച് നടന്ന ഞാൻ, കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഞാൻ, കർത്താവിന്റെ പദ്ധതി അറിയാതെ പ്രതികരിച്ച ഞാൻ, എല്ലായിടത്തും തോൽവിയുടെ അടയാളമായി നിന്ന ഞാൻ, എന്റെ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേരെ കർത്താവിലേക്ക് നടത്തപ്പെട്ടു. 3000 പേരെ കർത്താവിലേക്ക് നടത്തപ്പെട്ടു. ഞാൻ സാധാരണ ഒരു മനുഷ്യനെ പോലെ മാന്യമായി ജീവിച്ചവനല്ല. ഞാൻ വഴക്കാളിയായിരുന്നു, കർത്താവിന്റെ ഹിതത്തെ അറിയാത്തവനായിരുന്നു. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടത്തക്കോളം എന്നെ ഉപയോഗിക്കാമെങ്കിൽ, നിനക്ക് ശാരീരികമായ ചില വൈകല്യങ്ങളുണ്ട്, പക്ഷെ എന്നെ ഒന്ന് നോക്കിക്കേ, വൈകല്യങ്ങളുടെ കൂമ്പാരമാണ് ഞാൻ. എന്നെ നിന്റെ മുമ്പേ നിർത്തിയിരിക്കുന്ന ഒരുവനുണ്ടാകും. എനിക്കതുകൊണ്ട് നിന്നോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല. അതായത് നീ ആവശ്യപ്പെടുന്ന ചില വെള്ളിയും പൊന്നും, നീ ആവശ്യപ്പെടുന്ന ചില ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ അതെനിക്ക് തരാനില്ല. പക്ഷെ എനിക്ക് തരാൻ ഒന്നുണ്ട്. എന്താണെന്നറിയാമോ? ഒരിക്കൽ പടക് നിറയെ മീൻ കിട്ടിയപ്പോൾ, താൽക്കാലികമായി അതുകൊണ്ട് ആസ്വദിക്കാമായിരുന്നപ്പോൾ, അത് വിട്ടേച്ച് ഞാൻ എൻ്റെ കർത്താവിനെ അനുഗമിച്ചതാ. എല്ലാവരും യേശുവിനെ വിട്ടുപോയി. അപ്പൊ യേശു ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ വിട്ടുപോകാൻ മനസ്സുണ്ടോ? ഞാനാ പറഞ്ഞത്, ഇല്ല കർത്താവ്, ഞാൻ അങ്ങേ വിട്ടേച്ച് എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലല്ലേ ഉള്ളത്. ഈ ലോകത്തിലുള്ളവർ പലരും യേശുവിനെ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നതെന്ന് കുറ്റപ്പെടുത്തി. വേശ്യാപുത്രൻ എന്ന് പറഞ്ഞു, യെരമ്യാവെന്നും മറ്റു പല നിലയിൽ പോസിറ്റീവായിട്ട് ചില കാര്യം മതി. യെരമ്യാവെന്ന് പറഞ്ഞു, ഏലിയാവെന്ന് പറഞ്ഞു, ആ പ്രവാചകൻ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനെല്ലാം ഈ ചോദ്യങ്ങളുടെ നടുവിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞവനാണ്, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ തെറ്റിപ്പോയ ആളാ. പക്ഷെ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ ഒരു ദൈവമുണ്ട്, എന്നെ ബലപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്. എനിക്ക് വിലയേറിയ പലതിനെ വിട്ടുകളഞ്ഞു വരാനായിട്ട് എന്നെ ബലപ്പെടുത്തിയ ഒരുവനുണ്ട്. ആ കർത്താവിന്റെ നാമത്തിൽ വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ വെള്ളിക്കും പൊന്നിനും 2 പടക് നിറയുള്ള മീനിനും, എൻ്റെ പ്രാപ്തിക്ക്, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക്, എൻ്റെ താലന്തുകൾക്ക് എന്നിൽ ചെയ്യാൻ കഴിയാത്തൊരു പ്രവൃത്തിയുണ്ട്. നമുക്കറിയാം, പത്രോസിനെ കണ്ടവർ വിസ്മയിച്ചു പോയി. എന്തിനാണെന്നറിയാമോ? എടുത്തു പറയത്തക്കവണ്ണം ഒരു അത്ഭുതം അവൻ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇവര് സാമാന്യരും വിദ്യാഭ്യാസമില്ലാത്തവരുമെന്ന് അവർ കണ്ടു. പക്ഷേ അവർ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, അവർ യേശുവിന്റെ കൂടായിരുന്നു. അപ്പൊ അവിടെ പത്രോസ് നിന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ സാധാരണക്കാരനാണ്, എന്നെ ഒന്ന് നോക്കിക്കേ. അവൻ പറഞ്ഞു, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിൽ തരാനില്ല, പക്ഷെ എനിക്കുള്ളത് നിനക്ക് തരാം. ഞാൻ വിലയേറിയതെന്ന് കണ്ടൊന്നിനെ ഞാൻ നിനക്ക് തരാം. വെള്ളിയും പൊന്നും എനിക്കില്ല,
നസ്രനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ ചാടി എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആമേൻ. അത് സന്ധി മജ്ജകളെ വിടുവിക്കുന്നവരെ തുളച്ചു ചെല്ലും. നിന്റെ ജീവിതത്തിൽ എവിടെയാണോ വൈകല്യങ്ങളുള്ളത്, അതിനെ നേരെയാക്കുന്നത് വരെ, അതിനെ ക്രമീകരിക്കുന്നത് വരെ, അതിനെ സെറ്റ് ചെയ്യുന്നത് വരെ ഈ വചനം തുളച്ചു ചെല്ലും, നിന്നെ എഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആമേൻ. തെറ്റ് ചെയ്യാനായിട്ട് ഒരു സാധ്യതയും കൊടുക്കാത്ത വിധം നിയമം കർശനമായിരുന്ന കാലത്ത് വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് യേശു പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. അവർ ഒറ്റ വാക്ക് അവളുടെ സന്ധിമജ്ജകളെ, അവളുടെ ഹൃദയത്തിന്റെ ഭാവനകളെ, ചിന്തകളെ, പാപത്തിന്റെ ആഗ്രഹത്തെ, അശുദ്ധിയെ, ദ്രവ്യാഗ്രഹം എന്തു തന്നെ ആയിക്കോട്ടെ, അതിനെ വിടുവിക്കുന്നവരെ തുളച്ചു ചെന്നു. അവളുടെ ജീവിതം മാറി. നമുക്കറിയാം, ആമേൻ, 6000 ഭൂതത്താൽ പിടിക്കപ്പെട്ടവർ ശ്മശാനത്തിലെ കടന്നുറങ്ങുന്നത്, കല്ലറത്തോട്ടത്തിലെ കടന്നുറങ്ങുന്നത്. ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ചങ്ങല കിട്ടാൻ അടിച്ചു വലിച്ചു പൊട്ടിക്കും. ശക്തന്. പക്ഷേ വചനത്തിൽ കാണുന്നതെന്നറിയാം, എന്റെ കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞപ്പോ ആ ദുരാത്മാവിനെ ഇവനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത ഒറ്റ വാക്ക്. യെസ്, ഈ വചനത്തിനൊരു പ്രത്യേകത ഉണ്ട്. വേഗം തുളച്ചു ചെല്ലും. ആർക്കും എക്സ്പെക്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഈ വചനം ഉള്ളിലേക്ക് പ്രവേശിക്കും, ജീവിതത്തെ മാറ്റിമറിക്കും. പ്രിയപ്പെട്ടത്, ഞാൻ പറയട്ടെ, ഈ വചനം ചൈതന്യമുള്ളതാണ്, ജീവനുള്ളതാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിനകത്ത് മൂർച്ചയേറും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കുന്നത് വരെ തുളച്ചു ചെല്ലും. ഹല്ലേലൂയ. നമ്മളിൽ അത്ഭുതം നടക്കാനായിട്ട് ഹല്ലേലൂയ ഈ വചനത്തെ സ്വീകരിച്ചാൽ മതി. അത് ചില മേഖലകളെ വേർവിടുവിക്കുന്നവരെ തുളച്ചു ചെല്ലും. യെസ്, ഹല്ലേലൂയ. അത് ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കും. യെസ്, നീ രോഗിയാന്നൊരു ചിന്തയുണ്ടോ? യെസ്, ഹല്ലേലൂയ. അതിന്റെ അകത്ത് ഒരു വിവേചനം തരും. അതിനെ തിരിച്ചറിവ് തരും. എന്റെ ശരീരത്തിൽ ഇങ്ങനെ രോഗം നിൽക്കുന്നു, അതിനെന്താ? എന്റെ ശരീരത്തിൽ രോഗത്തിന് വാഴാൻ എന്താ അധികാരം? യേശുവിന്റെ രക്തത്താൽ എന്റെ രോഗം സൗഖ്യമായതല്ലേ? യേശുവിന്റെ അടിപ്പിണറുകൾ ഞാൻ പൂർണ്ണ സൗഖ്യമായതല്ലേ? പിന്നെ എങ്ങനെ എന്റെ ശരീരത്തിൽ ഇത് വാഴുന്നത്? എന്താ പറയുന്നത്? വിവേചിക്കാനുള്ള കഴിവ് തരും. പ്രൈസ് ഗോഡ്. വിവേചിക്കാനുള്ള കഴിവ് തരും. ഞാൻ ചെയ്യുന്ന കാര്യമെല്ലാം പരാജയമാണല്ലോ, ശാപമാണോ എന്റെ ജീവിതത്തിനകത്ത്? അല്ല. ഉടൻ തന്നെ പറയുമില്ല. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടത്. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം നീ വിശ്വാസത്തിൽ പ്രാപിപ്പാൻ തന്നെ അവൻ മരത്തിൽ തൂങ്ങി മരിച്ചു. അതെ, നാം നീതിക്ക് ജീവിച്ച് പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കണമെങ്കിൽ അവൻ തന്റെ ശരീരത്തിൽ എന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണറുകളാൽ ഐ ആം ഹീൽഡ്. ഞാൻ സൗഖ്യമായിരിക്കും. ഐ ആം ഹീൽഡ്. ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഒരു കോൺഷ്യസ്, ഈ ഒരു ബോധ്യം നമ്മുടെ അകത്ത് വരണം. നമ്മുടെ ഹൃദയത്തെ ഇത് ബോധ്യം തുടരണം. നമ്മുടെ അകത്തൊരു പരിവർത്തനം ഉണ്ടാകണം. എങ്ങനെയാണെന്നറിയാമോ? വിവേചനം വരുമ്പോ അത് ആ വചനത്തെ വിവേചിക്കണം. അതായത് ഞാൻ ആരാ, വചനം എന്താ, ഒന്ന് വിവേചിച്ചാൽ മതി. കർത്താവിന്റെ മേശയെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കണം. വിവേചിച്ചിട്ട് വേണം കർത്താവിന്റെ മേശയിലേക്ക് പോകാനായിട്ട്. അപ്പോഴേ സൗഖ്യം ഉണ്ടാവും, ജീവൻ ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവുന്നേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ നമ്മുടെ തുറന്നു വരും. കാരണം വചനം പറയുന്നത് അങ്ങനെയാ. 2 കൊരിന്ത്യർ 8:9 അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന അവന്റെ കൃപ. നമ്മൾ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടവരല്ലെന്ന് അതാ വചനം പറയുന്നത്. ഈ വചനത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മെന്റലി ഫ്രീ ആക്കി, മനസ്സുകൊണ്ടങ്ങ് ഫ്രീ ആക്കി, സ്വസ്ഥതയോടിരുന്ന് യെസ് ഐ ഹാവ് എ പ്രോമിസ്. I have a promise-keeping God who is able to bless me abundantly.
എനിക്ക് വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. അവൻ എൻ്റെ ജീവിതത്തിൽ അന്ത്യത്തോളം എന്നെ അത്ഭുതമായി നടത്തുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്ന ഉറപ്പ്, പ്രൈസ് ഗാഡ്, ആ ഒരു ബോധ്യത്തിലേക്ക് വന്നേ പ്രിയപ്പെട്ടവരെ, ആ ഒരു ഉറപ്പിലേക്ക് വന്നേ. ഈ വചനം ജീവനും ചൈതന്യമുള്ളത് നമ്മുടെ ജീവിതത്തെ ആഴങ്ങളിൽ ചെന്ന് വേർവിടുവിച്ച് സെപ്പറേറ്റ് ചെയ്ത് നമ്മളോട് പറയും, യു ആർ ബ്ലെസ്ഡ്. നീ ശാപമല്ല, ദാരിദ്ര്യത്തിൽ കിടക്കേണ്ട വ്യക്തി അല്ല നീ. അത് പറയും. യെസ്, പ്രൈസ് ഗാഡ്. അപ്പോ എന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വേർപിടിപ്പിക്കും, വിവേചിക്കും. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ആ വിവേചനം പ്രാപിച്ചവരാണ്. നമുക്ക് ആത്മാക്കളെ വിവേചിക്കുന്ന വരവൊക്കെ നമുക്ക് പലരും പറയുന്നതായിരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവർ, നമ്മളിൽ ആദ്യം വിവേചനം ഉണ്ടാകട്ടെ. യെസ്, ഞാൻ ക്രിസ്തുവിൽ ആരാണ്, ആ ബോധ്യം ഉണ്ടായാൽ മതി, ആ തിരിച്ചറിവ് ഉണ്ടായാൽ മതി. യു വിൽ ഹാവ് എ ഗ്ലോറിയസ് ആൻഡ് ബ്ലെസ്ഡ് ലൈഫ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുമ്പോൾ അപ്പന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഇന്ന് വരെ ഞങ്ങളെ നടത്തിയ കർത്താവിന്റെ എല്ലാ കരുതലിനും ദയയ്ക്കും മാന്യതയ്ക്കുമായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പോയിന്റിൽ പോലും ഞങ്ങൾ നശിച്ചു പോകാതെ, ഒരിടത്തും ഞങ്ങൾ തകർന്നു പോകാതെ അനുഗ്രഹമായി തീരാൻ വിളിച്ച കർത്താവ്, ഞങ്ങൾക്ക് വചനത്തിന്റെ ബോധ്യം, വചനത്താൽ ഞങ്ങളുടെ അകത്തൊരു കൺവിക്ഷൻ, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ സൗഖ്യം അനുഭവിക്കുന്നവരാണ്, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാപത്തിന്റെ ഒരു തരി പോലും, ശാപത്തിന്റെ ഒരു ചെറിയ ഗന്ധം പോലും ഞങ്ങളെ തൊടാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ദാരിദ്ര്യത്തിൽ കിടക്കേണ്ടവനല്ല, ഞാൻ ഒന്നിന്റെയും അടിമത്തത്തിൽ കിടക്കേണ്ടവനല്ല, ഒന്നിനും എന്നെ വാഴാൻ കഴിയാതെ ഒരു അസാധാരണ ദൈവിക ഫേവർ, യെസ്, അതെനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്നതായിട്ട് നന്ദി കർത്താവ്. ആ ഫേവർ ലോകത്തിന് വെളിപ്പെടുന്ന നിലയിൽ ഈ ദിവസങ്ങളാക്കി തീർക്കുന്നതിനായിട്ട് നന്ദി. അപ്പൊ അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിനകത്ത് ആ ദൈവിക ഫേവർ സാമ്പത്തികത്തില്, ആരോഗ്യത്തില്, അവരുടെ കുടുംബജീവിതത്തില്, അവരുടെ ശുശ്രൂഷകളില്, അവരുടെ ബിസിനസ്സില്, ജോലിയില് അത്ഭുതകരമായ പ്രവൃത്തി ബലപ്പെട്ട്, പ്രത്യേകിച്ച് കർത്താവിൽ ശാരീരികമായ വൈകല്യങ്ങളോ രോഗമോ അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ സൗഖ്യം ഇപ്പോൾ തന്നെ അവരിൽ വെളിപ്പെടുമാറാകട്ടെ. കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് തൊട്ടതിനായി സ്തോത്രം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ അകത്ത് ആ നല്ല ധൈര്യവും ബോധ്യവും ഉള്ളവരാണ്. ഓരോ ചുവടുകളിലും നിങ്ങൾ മുന്നോട്ട് കുതിക്കുക. നിങ്ങൾക്ക് ജയകരമായ ഒരു ജീവിതമുണ്ട്. യെസ്, ദൈവവചനത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് നിങ്ങളെ തന്നെ ഒന്ന് വിവേചിച്ച് എന്നിട്ട് പറഞ്ഞേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഐ ആം ബ്ലെസ്ഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആ ബോധ്യത്തോട് മുന്നോട്ട് പോവുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.